ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 5 മിനിറ്റിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/3 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് മൈദയും 1/4 ടീസ്പൂണ് ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസ് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് പകുതി മൂപ്പായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നെയ്യിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസുകൾ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ മാവിലൊന്ന് താഴ്ത്തിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും ബ്രെഡിൻ്റെ പീസുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയിട്ടോ. അപ്പോൾ ഞാനിത് വെച്ച സമയത്ത് ഈ ഒരു സമയത്ത് എനിക്കൊരു ഫോൺ വന്നു. ആ ഫോണിൽ സംസാരിച്ച് നിന്ന് വൈകിയതാണ്. ഇനി നമുക്കിത് ഇതുപോലൊരു പാനിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. പാനിൽ ഞാൻ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മറിച്ചിടാൻ കുറച്ച് സമയം വൈകിയത് കാരണം നടുഭാഗത്ത് ചെറുതായിട്ടൊരു കളറ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ കരിഞ്ഞ ആ ഒരു ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. ചെറുതായിട്ടൊന്ന് കരിഞ്ഞ ഈ ഒരു കളറേ വന്നിട്ടുള്ളൂ. എന്തായാലും ഈ ഒരു സമയത്ത് തന്നെ ഫോൺ വെച്ചിട്ട് പെട്ടെന്ന് മറിച്ചിടാൻ തോന്നിയത് ഭാഗ്യം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കരിഞ്ഞു പോയിന്ന്. ഞാനിത് ഇട്ട് കൊടുത്തത് ചൂടായിട്ടുള്ള പാനിലേക്കാണ് കേട്ടോ. ഇനി ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ ഈ ഒരു ഭാഗം കൂടെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനത് കട്ട് ചെയ്യാണ് കേട്ടോ. എന്തായാലും ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ കളറ് മാറിയെന്ന് വിചാരിച്ചിട്ട് കരിഞ്ഞ ടേസ്റ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്